വെറുതെയാണോ ഇയ്യോബ് നിന്നെ സ്നേഹിക്കുന്നത്? നീ അവനും അവന്റെ വീടിനും അവനുള്ളതിനൊക്കെയും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവനെ അനുഗ്രഹിച്ചിട്ടില്ലയോ? അവന് അനവധി സമ്പത്ത് കൊടുത്തിട്ടില്ലയോ? ഇതൊക്കെ എടുത്തു മാറ്റി കാണ്, അന്നേരപ്പോ അറിയാം അവൻ നിന്നെ ത്യജിച്ച് കളയും എന്ന് സാത്താൻ ദൈവത്തോട് ഇയ്യോബിനെ കുറിച്ച് കുറ്റ ആരോപണം നടത്തുകയാണ്. പക്ഷെ തന്റെ ജീവിതത്തിലെ ഓരോ വേലികളും പൊളിഞ്ഞ് പോകുമ്പോഴും എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും അനുഭവിക്കുമ്പോഴും ഇയ്യോബ് അവിടെ പ്രൂവ് ചെയ്യുകയാണ്, സ്ഥാപിക്കുകയാണ്, സാത്താൻ പറഞ്ഞതുപോലെ അല്ല, വെറുതെ തന്നെയാണ് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. വെറുതെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി അല്ല, അതിനുള്ള തിരിച്ചുള്ള സ്നേഹപ്രകടനമല്ല എൻ്റെ ദൈവഭക്തി എന്ന് ഇയ്യോബ് അവിടെ സ്ഥാപിച്ച് കാണിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെ പേരിൽ തിരിച്ച് സ്നേഹിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി മാത്രം ദൈവത്തെ നമ്മൾ സമീപിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്നും എല്ലാ നഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തെ അവൻ പുകഴ്ത്തിയപ്പോൾ, മഹത്വപ്പെടുത്തിയപ്പോൾ ആ നഷ്ടങ്ങളൊക്കെ ദൈവം മാറ്റിക്കൊടുത്തു, ചോദിക്കാതെ പറയാതെ തന്നെ. ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമായിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. സോ കം ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്.